നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വയനാട് കള്ളാടിയിലുണ്ടായ വൻ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ കാണാതായ 4 പേരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 7ആയി. ഇനിയും കണ്ടെത്താനുള്ള ഒരാൾക്കു വേണ്ടിയും ഊർജിത അന്വേഷണം. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ SC ഫ്ളാറ്റ് സമുച്ചയത്തിൽ അഴുകിയതും ദുർഗന്ധം വമിക്കുന്നതുമായ മാലിന്യം നിക്ഷേപിച്ചെന്ന ആക്ഷേപം വാസ്തവവിരുദ്ധമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സ്ഥലത്ത് പരിശോധന നടത്തി. ഫ്ളാറ്റ് സമുച്ചയത്തിലോ പരിസരത്തോ ദുർഗന്ധം വമിക്കുന്നതോ അഴുകിയതോ ആയ യാതൊരു മാലിന്യവും നിക്ഷേപിച്ചിട്ടില്ലെന്ന് വ്യക്തമായതായി പഞ്ചായത്ത് പ്രസിഡന്റ് K. ജയശങ്കർ. പുന്നൂർ പഞ്ചായത്ത് പ്രോജക്ട് റിസോഴ്സ് പേഴ്സൺ നിയമനം ചട്ടവിരുദ്ധമെന്ന ആരോപണം. ഭരണകക്ഷിയിലും ഭിന്നത. പഞ്ചായത്ത് രാജ് ചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും ലംഘനമാണെന്ന് പ്രതിപക്ഷവും ഭരണപക്ഷത്തെ ഒരു വിഭാഗവും. വാർത്തകൾ വിശദമായി. വയനാട് കള്ളാടിയിലെ തുരങ്കപാത നിർമ്മാണ മേഖലയിലുണ്ടായ മണ്ണിടിച്ചിൽ ദുരന്ത ഭൂമിയിൽ തെരച്ചിൽ തുടരുന്നതിനിടെ ഇന്ന് 4 പേരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. സൈറ്റ് എഞ്ചിനീയറായ ഹിമാചൽ പ്രദേശ് സ്വദേശി രാഹുൽ ശർമ്മ, എക്സവേറ്റർ ഓപ്പറേറ്ററായ ബീഹാർ സ്വദേശി മുഹമ്മദ് ഇമ്രാൻ, ഉത്തർപ്രദേശ് സ്വദേശിയായ സർവേയർ അസ്ഹറുദ്ദീൻ അൻസാരി എന്നിവരുടെ മൃതദേഹവും തിരിച്ചറിയാത്ത ഒരു മൃതദേഹവുമാണ് കണ്ടെത്തിയത്. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 7ആയി ഉയർന്നു. മധ്യപ്രദേശ് സ്വദേശി ചന്ദ്രബാൻ പാൽ, ബീഹാർ സ്വദേശി വികാസ് കുമാർ സിംഗ്, ജാർഖണ്ഡ് സ്വദേശി അൻമോൾ ദൊഡറായ് എന്നിവരുടെ മൃതദേഹങ്ങൾ നേരത്തെ കണ്ടെത്തിയിരുന്നു. കൺസ്ട്രക്ഷൻ മാനേജർ വിക്രം റാണ, സർവേയർ രാകേഷ് ഗുജ്ജൻ എന്നിവരെയാണ് ഇനി കണ്ടെത്താനുണ്ടായിരുന്നത്. ഇവരിൽ ഒരാളുടെ മൃതദേഹമാണ് അവസാനം ലഭിച്ചതെന്നാണ് അനുമാനം. എന്നാൽ ഇത് ആരുടേതാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെ നടന്ന തെരച്ചിലിൽ സോൺ 1-ൽ നിന്നാണ് മുഹമ്മദ് ഇമ്രാനെയും രാഹുൽ ശർമ്മയുടെയും മൃതദേഹങ്ങൾ ലഭിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ പുഴയോട് ചേർന്നുള്ള 3-ാം സോണിൽ നിന്നും അസ്ഹറുദ്ദീൻ അൻസാരിയുടെ മൃതദേഹവും കണ്ടെത്തുകയായിരുന്നു. ഉത്തർപ്രദേശ് സ്വദേശിയായ അസ്ഹറുദ്ദീൻ ഇവിടെ സർവേയറായി ജോലി ചെയ്തു വരികയായിരുന്നു. ദുരന്തഭൂമിയിലെ പുഴ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ ഇന്ന് കൂടുതൽ ഊർജിതമാക്കി. പുഴയിൽ വീണുകിടന്ന ബസ്സും മറ്റു വാഹന ഭാഗങ്ങളും നീക്കം ചെയ്തതോടെ ജലനിരപ്പ് താഴുകയും വെള്ളം തെളിയുകയും ചെയ്തത് പരിശോധന എളുപ്പമാക്കിയിട്ടുണ്ട്. NDRFന്റെ 2 ടീമുകൾ, ഫയർഫോഴ്സ്, പോലീസ്, സിവിൽ ഡിഫൻസ് വളണ്ടിയർമാർ എന്നിവർ സംയുക്തമായാണ് തെരച്ചിൽ നടത്തിയത്. പരിശോധനയ്ക്കായി കഡാവർ ഡോഗ്സിനെയും ഉപയോഗിച്ചിരുന്നു. അനുകൂലമായ കാലാവസ്ഥയിലായിരുന്നു തെരച്ചിൽ. എരുമപ്പെട്ടിയിൽ വീട്ടമ്മയെ കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. പോലീസ് സ്റ്റേഷന് സമീപം താമസിക്കുന്ന മുരിങ്ങാത്തേരി ലോറൻസ് ഭാര്യ ബ്രൂഷയെയാണ് വീടിനോട് ചേർന്നുള്ള കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 52 വയസ്സാണ്. രാവിലെ വീടിനുള്ളിൽ കാണാതായതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലാണ് കിണറ്റിൽ വീണതായി സംശയം തോന്നിയത്. വെള്ളത്തിൽ താഴ്ന്നു പോയിരുന്നു. വടക്കാഞ്ചേരി ഫയർ ആൻഡ് റെസ്ക്യൂ ടീം സ്കൂബ അംഗങ്ങളായ DP നിതിൻ ദേവ്, C ഷിബു എന്നിവരാണ് മൃതദേഹം മുങ്ങിയെടുത്തത്. ഫയർ സ്റ്റേഷൻ ഓഫീസർ S മണിയൻ, ഓഫീസർമാരായ K രാജേഷ്, M സൈമൺ, U കൃഷ്ണരാജ്, V വിജീഷ്, ഷെഫീഖ്, PM സുരേഷ് എന്നിവരും എരുമപ്പെട്ടി പോലീസും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. അഖിലേഷ്, അമൽ, അഖിൽ, അജിത്ത്, അഖിൽ കൃഷ്ണ, അക്ഷയ്, പുരുഷ് എന്നിവരും സഹായികളായി. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ SC ഫ്ളാറ്റ് സമുച്ചയത്തിൽ അഴുകിയതും ദുർഗന്ധം വമിക്കുന്നതുമായ മാലിന്യം നിക്ഷേപിച്ചെന്ന ആക്ഷേപം വാസ്തവവിരുദ്ധമെന്ന് പഞ്ചായത്ത് അധികൃതർ. ദുർഗന്ധം വമിക്കുന്നതായ ഒന്നും തന്നെ ഇവിടെ നിക്ഷേപിച്ചിട്ടില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. SC ഫ്ളാറ്റ് സമുച്ചയത്തിന് സമീപം ദുർഗന്ധം വമിക്കുന്നു എന്ന രീതിയിൽ പ്രചരിച്ച വാർത്തയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് K. ജയശങ്കറിന്റെ നേതൃത്വത്തിൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സ്ഥലത്ത് പരിശോധന നടത്തി. പരിശോധനയിൽ ഫ്ളാറ്റ് സമുച്ചയത്തിലോ പരിസരത്തോ ദുർഗന്ധം വമിക്കുന്നതോ അഴുകിയതോ ആയ യാതൊരു മാലിന്യവും നിക്ഷേപിച്ചിട്ടില്ലെന്ന് വ്യക്തമായതായി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. പകരം പഞ്ചായത്ത് പരിധിയിൽ നിന്ന് ഹരിതകർമ്മസേന ശേഖരിച്ച് ചില്ല് പഞ്ചായത്ത് MCF നിർമ്മിക്കുന്നതിനായി വാങ്ങിയ സ്ഥലത്ത് താൽക്കാലികമായി സൂക്ഷിച്ചിരുന്നതാണെന്ന് പരിശോധനയിൽ കണ്ടെത്തിയതെന്നും ഈ ചില്ലുകൾ സമയബന്ധിതമായി മാറ്റുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുള്ളതാണെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. ഫ്ളാറ്റ് സമുച്ചയത്തിൽ അഴുകിയ മാലിന്യം തള്ളിയെന്ന രീതിയിൽ പ്രചരിച്ച വാർത്ത വസ്തുതാവിരുദ്ധവും തെറ്റായ ധാരണ സൃഷ്ടിക്കുന്നതാണെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM റസാഖ്, പഞ്ചായത്ത് മെമ്പർ സ്വപ്ന പ്രിൻസ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി KS സുജ, ഹെൽത്ത് ഇൻസ്പെക്ടർ അൽത്താഫ് റഹ്മാൻ എന്നിവരും പരിശോധനാ ടീമിൽ ഉണ്ടായിരുന്നു.
ഗുരുവായൂർ തൈക്കാട് തിരിവിൽ ഓട്ടോ ടാക്സിയുടെ പുറകിലിടിച്ച് സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. ബ്ലാങ്ങാട് കടപ്പുറം കുന്നാമ്പിള്ളി അബ്ദുൾ റഫീഖാണ് പരിക്കേറ്റത്. തൈക്കാട് KSEB സബ്സ്റ്റേഷന് മുന്നിൽ ഇന്നലെ രാത്രി 10ഓടെയായിരുന്നു അപകടം. ഓട്ടോയുടെ പുറകിൽ തട്ടിയ ശേഷം നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ എക്സ് പ്രവർത്തകർ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മണലൂർ MLA പ്രൊഫസർ C. രവീന്ദ്രനാഥിന്റെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. പൊതുജനങ്ങൾക്കും ജനപ്രതിനിധികൾക്കും സൗകര്യപ്രദമായ നിലയിൽ പറമ്പനള്ളി നട സെന്ററിൽ സജ്ജമാക്കിയ മണലൂർ MLAയുടെ ഓഫീസിന്റെ ഉദ്ഘാടനം CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ നിർവഹിച്ചു. CPI മണലൂർ മണ്ഡലം സെക്രട്ടറി VR മനോജ് അധ്യക്ഷനായി. CPM മുൻ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്ന ബേബി ജോൺ മാസ്റ്റർ, മുൻ MLA മുരളി പെരുന്നെല്ലി, LDF മണ്ഡലം കൺവീനർ TV ഹരിദാസൻ, കവി C. രാവുണ്ണി, പ്രൊഫസർ C. രവീന്ദ്രനാഥ് MLA, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ മിനി മോഹൻദാസ്, KU സരിത, MP സജീബ്, സിജി മോഹൻദാസ്, സിനി പ്രസാദ്, ജില്ലാ പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ, സലീജ ടീച്ചർ, സജിത കുർണി, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ MN സത്യൻ, CT ബാബു, റഷീദ് മാസ്റ്റർ, ഉഷ പ്രഭുകുമാർ, PL ഡൊമിനി, PA രമേശൻ, KA വിശ്വംഭരൻ എന്നിവർ സംസാരിച്ചു. ഓഫീസ് ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് കാർബൺ ന്യൂട്രൽ മണലൂർ പദ്ധതി പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ച 9 ഇനത്തിൽപ്പെട്ട 20 പേരത്തൈകൾ ഓഫീസ് വളപ്പിൽ നട്ടുകൊണ്ട് പേര ഉദ്യാനത്തിന് തുടക്കമിട്ടു. പുന്നിയൂർ പഞ്ചായത്ത് പ്രോജക്ട് റിസോഴ്സ് പേഴ്സൺ നിയമനം ചട്ടവിരുദ്ധമെന്ന് ആരോപണം. ഭരണകക്ഷിയിൽ ഭിന്നത പുകയുന്നു. പഞ്ചായത്ത് രാജിന്റെയും നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും ലംഘനമാണെന്ന് LDF മെമ്പർമാരും ഭരണകക്ഷിയിലെ മെമ്പർമാരും ചൂണ്ടിക്കാട്ടി. നിയമാനുസൃതം അപേക്ഷ ക്ഷണിക്കാതെയും നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാതെയുമുള്ള നിയമനം അഴിമതിയും സ്വജനപക്ഷപാതവുമാണെന്ന് LDF അംഗങ്ങൾ ആരോപിച്ചു. ചൊവ്വാഴ്ച നടന്ന ഭരണസമിതി യോഗത്തിലെ പ്രോജക്ട് റിസോഴ്സ് പേഴ്സൺ നിയമന തീരുമാനത്തിലാണ് വാക്കുതർക്കം ഉണ്ടായത്. LDFന്റെ പഞ്ചായത്ത് അംഗങ്ങളായ ബാബു മാസ്റ്റർ, ഷൈബ ദിനേശൻ, ഷെഫീന മുനീർ, ഷൈമജ നസീർ എന്നിവരും ഭരണകക്ഷിയിലെ കോൺഗ്രസ് അംഗങ്ങളായ മുനാഷ് മച്ചിങ്ങൽ, ഷഹന ശിഹാബ്, രതീഷ് ചമ്മണിയിൽ എന്നിവരും വിയോജിപ്പ് രേഖപ്പെടുത്തി. UDF ഭരണസമിതിയിൽ മുഴുവൻ അംഗങ്ങളുമായി കൂടിയാലോചിക്കാതെയാണ് നിയമനം നടത്തിയത് എന്ന് ഭരണകക്ഷി അംഗങ്ങൾ പറഞ്ഞു. അറിയിപ്പ്: കുന്നംകുളം നഗരസഭയിലെ വൈശ്ശേരി ജംഗ്ഷനിൽ കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനിൽ എയർടെൽ ഫൈബർ കേബിൾ മണ്ണിനടിയിലൂടെ വലിക്കുന്ന പ്രവൃത്തി മൂലം പൈപ്പ് ലൈനിന് കേടുപാടുകൾ സംഭവിക്കുകയും വെള്ളം പാഴായി പോകുകയും ചെയ്യുന്നത് മൂലം കുടിവെള്ള വിതരണം കിഴൂർ, വൈശ്ശേരി ഭാഗങ്ങളിൽ പൂർണ്ണമായും, കക്കാട്, അഞ്ഞൂർ റോഡ്, സൗത്ത് ബസാർ റോഡ്, കുർക്കൻപാറ, ആർത്താറ്റ് ഭാഗങ്ങളിൽ ഭാഗികമായും തടസ്സപ്പെട്ടിരിക്കുന്നു. ചോർച്ച പരിഹരിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ജൂലൈ 11-നകം പ്രവൃത്തികൾ പൂർത്തീകരിച്ച് കുടിവെള്ളം എത്തിക്കുമെന്നും വാട്ടർ അതോറിറ്റി അധികൃതർ അറിയിച്ചു. കുന്നംകുളം വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU ജില്ലാ സമ്മേളനത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി സംഘടക സമിതി ഓഫീസ് തുറന്നു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. ബാലാജി ഉദ്ഘാടനം ചെയ്തു. ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി RV ഇക്ബാൽ അധ്യക്ഷനായി. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ പ്രിയദർശിനി ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് സംഘടക സമിതി ഓഫീസ് സജ്ജീകരിച്ചിരിക്കുന്നത്. ജൂലൈ 23, 24 തീയതികളിലായി കുന്നംകുളം ടൗൺ ഹാളിൽ തയ്യാറാക്കുന്ന ബാബു M. പാലിശ്ശേരി നഗറിലാണ് സമ്മേളനം നടക്കുക. CPIM ഏരിയ സെക്രട്ടറി K. കൊച്ചനിയൻ, CITU ഏരിയ സെക്രട്ടറി PM സോമൻ, പ്രസിഡന്റ് MN മുരളീധരൻ, ജിനി രാധാകൃഷ്ണൻ, അജിത്ത് ഗുരുവായൂർ, ശ്യാം തയ്യിൽ, പ്രമീള തൃശൂർ, PM സുരേഷ്, ജലീൽ കേച്ചേരി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. വെളിച്ചം 2026 എന്ന പേരിൽ ആലിക്കര യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ആദര സദസ്സ് സംഘടിപ്പിച്ചു. ആലിക്കരയെ വായനയുടെ ലോകത്ത് അടയാളപ്പെടുത്തിയ ആലിക്കര മുതൽ ആഫ്രിക്ക വരെ എന്ന പുസ്തകം രചിച്ച മുഹമ്മദ് ഷെരീഫിനുള്ള ആദരവും SSLC +2 അബാക്കസ് NMMS വിജയികൾക്കുള്ള അനുമോദന ചടങ്ങും കരിയർ ഗൈഡൻസ് ക്ലാസുമാണ് നടത്തിയത്. VT ബൽറാം MLA ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ മുഹമ്മദ് മോനു അധ്യക്ഷത വഹിച്ചു. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ മുഖ്യാതിഥിയായി. UDF തൃത്താല നിയോജക മണ്ഡലം ചെയർമാനും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ TK സുനിൽകുമാർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ഹുസൈൻ പുളിയഞ്ഞാലിൽ, ചാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി, കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രദീപ് ചെറുവാശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്ക് കരിയർ ക്ലാസ് എടുത്ത ഡോക്ടർ K. രഞ്ജിത്തിനെയും 5 പതിറ്റാണ്ടോളമായി പൊതുരംഗത്ത് സജീവ സാന്നിധ്യമായ മുൻ വാർഡ് മെമ്പർ കൂടിയായ V. സേതുമാധവനെയും ആദരിച്ചു. ജില്ലാ മത്സ്യവിതരണ അനുബന്ധ തൊഴിലാളി യൂണിയൻ CITU ജില്ലാ സമ്മേളനത്തിന് കുന്നംകുളത്ത് തുടക്കമായി. ടൗൺ ഹാളിലെ ബാബു M. പാലിശ്ശേരി നഗറിൽ രാവിലെ ജില്ലാ പ്രസിഡന്റ് PA ലജുക്കുട്ടൻ പതാക ഉയർത്തിയതോടെയാണ്
സമ്മേളന നടപടികൾ ആരംഭിച്ചത്. പ്രതിനിധി സമ്മേളനം CITU ജില്ലാ ജനറൽ സെക്രട്ടറി UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. PA ലജുക്കുട്ടൻ അധ്യക്ഷനായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി A സഫറുള്ള സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി KM അലി പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ഫെഡറേഷൻ അഖിലേന്ത്യാ കമ്മിറ്റി അംഗങ്ങളായ U രാജുമോൻ, KA സാജിത്ത്, CITU കേന്ദ്ര കമ്മിറ്റി അംഗം RB ഇക്ബാൽ, സംഘാടക സമിതി ചെയർമാൻ K കൊച്ചനിയൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ശുഭ ശിവകുമാർ, PM സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. യൂണിയനിലെ 7026 തൊഴിലാളികളെ പ്രതിനിധീകരിച്ച് 150 പേർ പങ്കെടുക്കുന്നുണ്ട്. ദി ഡോട്ട്സ് എന്ന ശീർഷകത്തിൽ SSF 33ാമത് എഡിഷൻ ജില്ലാ സാഹിത്യോത്സവിന് ചാവക്കാട് മണത്തലയിൽ ഇന്ന് വൈകിട്ട് തുടക്കമാകും. 4 ദിവസങ്ങളിലായി നടക്കുന്ന സാഹിത്യോത്സവത്തിൽ 6 വിഭാഗങ്ങളിലായി ജില്ലയിലെ 9 ഡിവിഷനുകളിൽ നിന്നായി 1500 വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആദ്യ ദിനമായ ജൂലൈ 9-ന് പതാക ഉയർത്തൽ കർമ്മം സമസ്ത കേന്ദ്ര മുശാവറ അംഗം PSK മൊയ്തു ബാഖവി മാടവന നിർവഹിക്കും. ശേഷം നടക്കുന്ന ബുഖാറ സദാത്യങ്ങളുടെ ലോകം എന്ന വിഷയത്തിലുള്ള സെമിനാറിൽ PAK മൊയ്തു ബാഖവി മാടവന, ഉമർ ബുഖാരി ചെറുമുറ്റം എന്നിവർ പങ്കെടുത്ത് സംസാരിക്കും. 2ാം ദിവസം വൈകിട്ട് നടക്കുന്ന ആത്മീയ സമ്മേളനം സമസ്ത കേന്ദ്ര മുശാവർ അംഗം IMK ഫൈസി ഉദ്ഘാടനം ചെയ്യും. റാഷിദ് ബുഖാരി മുഖ്യപ്രഭാഷണം നടത്തും. 3ാം ദിനം വൈകിട്ട് 4-ന് നടക്കുന്ന ഉദ്ഘാടന സംഗമത്തിൽ മുഹമ്മദ് ഇല്യാസിന്റെ അധ്യക്ഷതയിൽ പ്രശസ്ത ഇന്ത്യൻ കവി K സച്ചിദാനന്ദൻ സാഹിത്യോത്സവ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. SSF സംസ്ഥാന എക്സിക്യൂട്ടീവ് സാദിഖ് നിസാമി പ്രമേയ പ്രഭാഷണം നടത്തും. സാഹിത്യോത്സവിനോടനുബന്ധിച്ച് 2 ദിവസങ്ങളിലായി നടക്കുന്ന കൾച്ചറൽ ബിനാലെ അക്ബർ MLA ഉദ്ഘാടനം ചെയ്യും. ബിനാലെയിൽ ഡോക്ടർ അബൂബക്കർ, വിമീഷ് മണിയൂർ, മുസ്തഫ P മജീദ് സെയ് എന്നിവർ മുഖ്യാതിഥികളായും. കവിയരങ്ങ്, പുസ്തക ചർച്ച, സാഹിത്യ പ്രഭാഷണം, പുസ്തകോത്സവ്, ചരിത്രവായന, എഴുത്തരങ്ങ് തുടങ്ങിയവ നടക്കും. ഞായറാഴ്ച നടക്കുന്ന സമാപന സംഗമത്തിൽ സമസ്ത കേന്ദ്ര മുശാവർ അംഗം താഴപ്ര മുഹിദ്ദീൻകുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിക്കും. SSF ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷാഫി ഖാദിരി അധ്യക്ഷത വഹിക്കും. കേരള മുസ്ലിം ജമാഅത്ത് തൃശൂർ ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഫസൽ തങ്ങൾ വിജയികൾക്കുള്ള അവാർഡ് ദാനം നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ സയ്യിദ് ഹൈദ്രോസ് തങ്ങൾ വട്ടേക്കാട്, കൺവീനർ അബ്ദുൾ വാഹിദ് നിസാമി, നിഷാർ മേച്ചേരിപ്പടി, അബു താഹിർ ചേറ്റുവ, ഇബ്രാഹിം ബാദുഷ സഖാഫി എന്നിവർ പങ്കെടുത്തു. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി നല്ലപാടം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി ചങ്ങല സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് താഴത്തിൽ അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികൾ, അധ്യാപകർ, പോലീസ് ഉദ്യോഗസ്ഥർ, ആരോഗ്യവകുപ്പ് പ്രതിനിധികൾ, ഓട്ടോ തൊഴിലാളികൾ, രക്ഷിതാക്കൾ, പരിസരവാസികൾ എന്നിവർ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. ഇതോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ ചേർന്ന് നോട്ട് ടു ഡ്രഗ്സ് എന്ന സന്ദേശം ആകാശ ദൃശ്യത്തിൽ രൂപപ്പെടുത്തി. ലഹരിക്കെതിരായ ശക്തമായ സാമൂഹിക സന്ദേശം പകർന്ന ഈ ദൃശ്യം പരിപാടിയുടെ പ്രധാന ആകർഷണമായി. ഹെഡ് മിസ്ട്രസ് ജെൻസി KS സ്വാഗതവും സ്കൂൾ പ്രിൻസിപ്പാൾ ബിജി ഡേവിഡ് നന്ദിയും പറഞ്ഞു. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുത്തൻകടപ്പുറം GF UP സ്കൂളിലെ UP വിഭാഗം വിദ്യാർത്ഥികൾക്ക് നിയമ സാക്ഷരതാ ക്ലാസ് സംഘടിപ്പിച്ചു. അഭിഭാഷകനും മീഡിയേറ്ററുമായ പ്രിമോൻ നിയമ സാക്ഷരതാ ക്ലാസ് നയിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക PK റംല, പാരാ ലീഗൽ വോളണ്ടിയർ KS ഷെരീന, സ്റ്റാഫ് സെക്രട്ടറി MK സലിം, SK പ്രിയ, MR ഐശ്വര്യ, AS സന്ധ്യ തുടങ്ങിയവർ പങ്കെടുത്തു. നിയമസേവനം, നിയമസാക്ഷരത, അദാലത്ത്, പോക്സോ കേസുകളുടെ നിയമപരിരക്ഷ തുടങ്ങിയവയിൽ അവബോധം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിന്റെ ഫ്രണ്ട് ഓഫീസിൽ പുതിയതായി സ്ഥാപിച്ച സ്മാർട്ട് TVയുടെയും ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ച LED സ്ക്രോളിംഗ് ഡിസ്പ്ലേ ബോർഡിന്റെയും ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ നിർവഹിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ KM റസാഖ്, ശൈലജ അരുൺദാസ്, ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളായ TS മണികണ്ഠൻ, PM അലി, PP അഖിൽ, മോനിഷ രജീഷ്, ജിൻസി സജു, അഞ്ജു സുധീഷ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി KS സുജ, ജൂനിയർ സൂപ്രണ്ട് KS സഹജൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. പെരുമ്പിലാവ് പൂയംകുളം പാടശേഖരത്തിനടുത്തുള്ള മോട്ടോർ ഷെഡിൽ നിന്നും 100 ഗ്രാം MDMAയുമായി 3 യുവാക്കൾ പിടിയിലായി എന്ന വാർത്ത കേട്ട് നിമിഷ നേരത്തേക്ക് നാട്ടുകാർ ആശങ്കയിലായി. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് ഇതൊരു യഥാർത്ഥ കേസല്ല, ഓപ്പറേഷൻ തൂഫാൻ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ചിത്രീകരണമായിരുന്നു എന്ന്. അൻസാർ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളാണ് ഈ സിനിമാറ്റിക് സീൻ ഒരുക്കിയത്. പെരുമ്പിലാവ് അൻസാർ സ്കൂളിലും പൂയംകുളം പാടശേഖരങ്ങളിലും മോഡേൺ നഗറിലുമായി ചിത്രീകരണം പുരോഗമിക്കുകയാണ്. ഡ്യൂട്ടിക്കിടയിൽ സമീപത്തെ ചായക്കടയിൽ ചായ കുടിച്ചിരുന്ന പോലീസുകാർക്ക്
കൺട്രോൾ റൂമിൽ നിന്നു ലഭിച്ച വയർലെസ് സന്ദേശത്തെ തുടർന്ന് സംഭവസ്ഥലത്ത് പാഞ്ഞെത്തിയപ്പോൾ പൂയംകുളം പാടശേഖരത്തെ മോട്ടോർ ഷെഡിൽ 100 ഗ്രാം MDMA എന്ന മാരക ലഹരിയുമായി 3 പേരുടെ സംഘം കൈയോടെ പിടികൂടി കൊണ്ടുപോകുന്ന ഹൈ വോൾട്ടേജ് സീൻ ആദ്യം കണ്ട വീട്ടമ്മമാരും പെരുമ്പിലാവിലെ കച്ചവടക്കാരും ഒന്ന് ഞെട്ടിയെങ്കിലും ഇതൊരു ബോധവൽക്കരണ സിനിമയുടെ ഷൂട്ടാണെന്ന് മനസ്സിലായപ്പോൾ എല്ലാവരും ആശ്വാസത്തിന്റെ നെടുവീർപ്പിട്ടു. പിന്നെ കുരുന്നു കേഡറ്റുകളുടെ പ്രൊഫഷണൽ അഭിനയം കണ്ട് കൈയടിക്കുകയും ചെയ്തു. ലഹരിക്കെതിരെ കുട്ടികളിലൂടെ സമൂഹത്തിലേക്ക് ശക്തമായ സന്ദേശം എത്തിക്കുക എന്നതാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന ഈ ബോധവൽക്കരണവും ചിത്രീകരണത്തിലൂടെ അൻസാർ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ ലക്ഷ്യമിടുന്നത്. കഥാസംവിധാനം 9ാം ക്ലാസ്സുകാരനും SPC സ്റ്റുഡന്റുമായ MK ഷഹരിയാർ, ക്യാമറ സീഷാൻ ഷാഹിനാണ്. അഭിനേതാക്കളായ കാർത്തിക് VS, അൽഫസ KF, ഇലാൻ ഹാനി, ഷിഫിൻ MT, റയാൻ PN, അമൽ അസീസ് എന്നിവരുമാണ്. ചിത്രീകരണത്തിന് നേതൃത്വം വഹിക്കുന്നത് അൻസാർ സ്കൂൾ അധ്യാപകനും കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസറുമായ ആനന്ദ് ഹിരണാണ്. കടങ്ങോട് ശ്രീ കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ 2026 ഓഗസ്റ്റ് 7 മുതൽ 16 വരെ നടക്കുന്ന ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞത്തോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന ബ്രോഷർ പ്രകാശനം ചെയ്തു. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് PT സുരേന്ദ്രൻ ക്ഷേത്രം മേൽശാന്തി കാരമുക്ക് പ്രകാശൻ നമ്പൂതിരിപ്പാടിന് കൈമാറി പ്രകാശനം നിർവഹിച്ചു. ക്ഷേത്രം കമ്മിറ്റി സെക്രട്ടറി സുരേഷ് മാസ്റ്റർ, ട്രഷറർ പ്രസാദ് PB, ക്ഷേത്ര ജീവനക്കാർ, കമ്മിറ്റി അംഗങ്ങൾ, ഭക്തജനങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഒരുമനയൂരിന്റെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരമാകുന്നു. 4.5 കോടിയുടെ ജലസംഭരണി നിർമ്മിക്കുന്നു. പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമത്തിനൊടുവിൽ ശാശ്വത പരിഹാരമാകുന്നു. നഗരസഞ്ചയ പദ്ധതി പ്രകാരം തൃശൂർ കോർപ്പറേഷൻ അനുവദിച്ച 4.5 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്ത് 4ാം വാർഡിൽ വിലയ്ക്കു വാങ്ങിയ 15 സെന്റ് സ്ഥലത്ത് 5 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള കൂറ്റൻ വാട്ടർ ടാങ്ക് നിർമ്മിക്കും. 2027 മെയ് മാസത്തോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച പദ്ധതി നാടിന് സമർപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PM താഹിർ, വൈസ് പ്രസിഡന്റ് നഷ്റ മുഹമ്മദ്, ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീഷ്മ ബാബുരാജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശുദ്ധജല കുടിവെള്ള ക്ഷാമത്തിന് ഒരു പരിഹാരമാകുകയാണ്. 4.5 കോടി രൂപ അനുവദിച്ച തൃശൂർ കോർപ്പറേഷനിൽ നിന്ന് നഗര സഞ്ചയന പദ്ധതിയിൽ നിന്ന് 4.5 കോടി രൂപയെ അനുവദിച്ച് നമ്മളുടെ ഈ കുടിവെള്ള ക്ഷാമത്തിന് ഒരു പരിഹാരമാകുകയാണ്. ഒരു 70% ഉപ്പുവെള്ളമുള്ള സ്ഥലമാണ് ഒരുമനയൂർ. തങ്ങൾപ്പടി 4ാം വാർഡിൽ 15 സെന്റ് സ്ഥലത്ത് നമ്മൾ 5 ലക്ഷം ലിറ്റർ വെള്ളം സംഭരണശേഷിയുള്ള ടാങ്ക് പണിത് ഒരുമനയൂരിൻ്റെ എല്ലാ സ്ഥലത്തേക്കും ശുദ്ധജലം എത്തിക്കാനുള്ള പദ്ധതിയാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ടീം UDFന്റെ പ്രകടന പത്രികയിൽ തന്നെ പറഞ്ഞിട്ടുള്ള കുടിവെള്ള ക്ഷാമം പരിഹരിക്കുക എന്നുള്ളത്. നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി വന്ന് 7 മാസമാകുമ്പോഴേക്കും നമ്മൾക്കത് അതിലേക്ക് ഒരു കാൽവെപ്പ് നടത്താൻ സാധിച്ചു എന്നതിൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശമാണ് ഒരുമനയൂർ പഞ്ചായത്ത്. നിലവിൽ തൃത്താലയിൽ നിന്നുള്ള ജലവിതരണത്തെയാണ് പഞ്ചായത്ത് പ്രധാനമായും ആശ്രയിക്കുന്നത്. കൂടാതെ കരുവന്നൂർ കുടിവെള്ള പദ്ധതിയും പഞ്ചായത്തിൽ ലഭ്യമാക്കിയിരുന്നെങ്കിലും കൃത്യമായ സംഭരണ ടാങ്ക് ഇല്ലാത്തത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. തൃശൂർ കോർപ്പറേഷൻ ഫണ്ട് അനുവദിച്ചതോടെ ഈ പ്രതിസന്ധിക്കാണ് ഇപ്പോൾ പരിഹാരമാകുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KJ ചാക്കോ, VM സാഹിദ്, പഞ്ചായത്ത് അംഗങ്ങളായ ഷക്കീർ, ഹിഷാം കപ്പൽ, PK കബീർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പുതിയ ജലസംഭരണി യാഥാർത്ഥ്യമാകുന്നതോടെ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും തടസ്സമില്ലാതെ കുടിവെള്ളം എത്തിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. കാഴ്ചയുടെ കരുതലുമായി ബ്ലൂമിംഗ് ബഡ്സ് ബഥാനിയ. കണ്ണുകളുടെ ആരോഗ്യം, കുട്ടികളുടെ ഭാവിയുടെ കരുത്ത് എന്ന സന്ദേശവുമായി വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബഥാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ കാഴ്ച പരിശോധന, നേത്ര സംബന്ധമായ പ്രാഥമിക പരിശോധനകൾ, ആരോഗ്യ നിർദ്ദേശങ്ങൾ എന്നിവ നൽകി കുട്ടികളിൽ വർദ്ധിച്ചുവരുന്ന കാഴ്ച പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിനും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിനുമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. സ്കൂൾ മാനേജർ ഫാദർ സ്കറിയ OIC, പ്രിൻസിപ്പാൾ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പാൾ C രാധാമണി എന്നിവർ നേതൃത്വം നൽകി.
വാർത്തയിലേക്ക്. ആരോഗ്യ സംരക്ഷണത്തിൽ പുതിയ വിപ്ലവവുമായി മേക്ക് 7 ഹെൽത്ത് ക്ലബ് അമൽ ചമ്മന്നൂർ യൂണിറ്റ് ശനിയാഴ്ച മുതൽ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആരോഗ്യകരമായ ഒരു ജീവിതശൈലി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ 10 സമിതിയുടെ നേതൃത്വത്തിലാണ് ചമ്മന്നൂർ യൂണിറ്റ് നടത്തുന്നത്. തികച്ചും സൗജന്യമായാണ് പരിശീലനം. ശനിയാഴ്ച രാവിലെ 6 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ക്ലബിന്റെ ഉദ്ഘാടനം പുന്നയൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി നിർവഹിക്കും. അലി പഷ്ണത്തയിലിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ മേക്ക് 7 ഹെൽത്ത് ക്ലബ് ചീഫ് ട്രെയിനർ ജിതേഷ് മലക്കപ്പറമ്പ്, കോർഡിനേറ്റർ ജബ്ബാർ ആലങ്കോട് തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ യൂണിറ്റ് ചീഫ് കോർഡിനേറ്റർ കാരുണ്യം കുഞ്ഞുമുഹമ്മദ് ഹാജി വീട്ടിപ്പറമ്പിൽ, സെക്രട്ടറി അഷ്കർ അറക്കൽ, വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അസ്ലാം, ട്രഷറർ ഹുസൈൻ ചെറുവത്തൂർ, കോർഡിനേറ്റർ ഷെരീഫ് പാണ്ടോത്തയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 13,240 രൂപ, പവന് 1,05,920 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 240 രൂപ. ചരമം. പിള്ളക്കാട് കർണംകോട്ട് പരേതനായ വേലായുധൻ ഭാര്യ വത്സല നിര്യാതയായി 80 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ജനാർദ്ദനൻ, ശിവദാസൻ, ഷാജി, രാജേഷ്, രജീഷ് എന്നിവർ മക്കളാണ്. മരത്തങ്കോട് പരേതനായ ചെറുവത്തൂർ ഉക്രു ഭാര്യ ബ്ലെസ്സി നിര്യാതയായി 64 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് നടക്കും. ബിസ്മി, ബിൽമി എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയനാട് കള്ളാടിയിലുണ്ടായ വൻ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ കാണാതായ 4 പേരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 7ആയി. ഇനിയും കണ്ടെത്താനുള്ള ഒരാൾക്ക് വേണ്ടി ഊർജിത അന്വേഷണം. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ SC ഫ്ളാറ്റ് സമുച്ചയത്തിൽ അഴുകിയതും ദുർഗന്ധം വമിക്കുന്നതുമായ മാലിന്യം നിക്ഷേപിച്ചെന്ന ആക്ഷേപം വാസ്തവ വിരുദ്ധമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സ്ഥലത്ത് പരിശോധന നടത്തി. ഫ്ളാറ്റ് സമുച്ചയത്തിലോ പരിസരത്തോ ദുർഗന്ധം വമിക്കുന്നതോ അഴുകിയതോ ആയ യാതൊരു മാലിന്യവും നിക്ഷേപിച്ചിട്ടില്ലെന്ന് വ്യക്തമായതായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ. പുന്നയൂർ പഞ്ചായത്ത് പ്രൊജക്ട് റിസോഴ്സ് പേഴ്സൺ നിയമനം ചട്ടവിരുദ്ധമെന്ന ആരോപണം ഭരണകക്ഷിയിലും ഭിന്നത പഞ്ചായത്ത് രാജ് ചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും ലംഘനമാണെന്ന് പ്രതിപക്ഷവും ഭരണപക്ഷത്തെ ഒരു വിഭാഗവും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.